സയൻസ് വാർത്തകളിലേക്ക് സ്വാഗതം. കാഞ്ഞൂർ ദേശത്തിന്റെ അറിവിന്റെ വിളക്കായ സെന്റ് ജോസഫ് വിദ്യാലയം ഇന്ന് 83ാം വാർഷികാഘോഷ നിറവിലാണ്. CMC സന്യാസി സമൂഹം അങ്കമാലി പ്രൊവിൻസ് സുപ്പീരിയർ സിസ്റ്റർ മരിയ ആന്റോ, എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ജസ്മിൻ, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിറ്റിൽ തെരേസ്, സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലേഗ ഗ്രേസ്, PTA പ്രസിഡന്റ് ശ്രീ അനൂപ് PG ഇവരുടെ ശക്തമായ നേതൃത്വം വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്നു. 700-ൽ പരം വിദ്യാർത്ഥികളും 40ഓളം അധ്യാപകരുമാണ് വിദ്യാലയത്തിന്റെ സമ്പത്ത്. 2025-26 അധ്യയന വർഷത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളും പ്രവർത്തനങ്ങളുമാണ് വിദ്യാലയം കാഴ്ചവെച്ചത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മോടൊപ്പം ചേരുന്നു സാദിക. പ്രദേശത്തെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. നിയുക്ത ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലേഗ ഗ്രേസ് നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, ഈ അക്കാഡമിക് ഇയറിന്റെ ഹൈലൈറ്റ് എന്തായിരുന്നു? കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ തിളക്കമുള്ള ഒരു വിദ്യാലയമായി ഉയർന്നു വരുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. കായിക രംഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ വരെ ഉയർന്നു നിൽക്കുന്ന വിജയങ്ങളാണ് നേടാൻ കഴിഞ്ഞത്. ആൺകുട്ടികളെ കൂടി പ്രവേശനം നൽകിയതിനാൽ സ്കൗട്ട് വിങ്ങിന് ഈ വർഷമാണ് ആരംഭം കുറിച്ചത്. സ്കൗട്ട് മാത്രമല്ല, മറ്റു പല സംഘടനകളും ഇവിടെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. 3 ബാച്ചുകളിലായി 100-ൽ പരം അംഗങ്ങളുള്ള IT സ്കിൽഡ് ലിറ്റിൽ ഗൈഡ്സ്, സേവന സന്നദ്ധരായി തുടർച്ചയായി രാജപുരസ്കാർ പദവി നേടിയ ഗൈഡ്സ്, വിദ്യാലയത്തോടും സമൂഹത്തോടും പ്രതിജ്ഞാബദ്ധരായ റെഡ് ക്രോസ് യൂണിറ്റ്, ശക്തമായ പിന്തുണാ സംവിധാനവുമായി PTA അധ്യാപക രക്ഷകർതൃ സംഘടന. വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് PTA. ലൈവിൽ നമ്മോട് സംസാരിക്കുന്നു PTA പ്രസിഡന്റ് ശ്രീ അനൂപ് PG. കാഞ്ഞൂർ മേഖലയിൽ നിരവധി വിദ്യാലയങ്ങളുണ്ട് എങ്കിൽ തന്നെയും പാഠ്യേതര വിഷയങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ PTA പ്രസിഡന്റാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇവിടെയുള്ള ഓരോ കുട്ടികളും നമ്മുടെ അധ്യാപകരുടെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തമ ബോധ്യമുണ്ട്. നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ PTAയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഓണത്തിന് നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ഓണസദ്യ അടക്കം എല്ലാ കുട്ടികൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. PTAയുടെ ഈ തവണത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്നത് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 3 വിദ്യാലയങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം അനുവദിക്കുന്ന ഒരു പ്രവർത്തനം നടന്നു വരികയായിരുന്നു. ഇതിൽ നമ്മൾ PTA സജീവമായി ഇടപെടുകയും അതിൽ 2.5 ലക്ഷം രൂപയുടെ ഫണ്ട് നമ്മുടെ വിദ്യാലയത്തിനായി നേടിയെടുക്കുന്നതിൽ നമ്മൾ പരിശ്രമിച്ച് നമുക്ക് ആ ഫണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉണർവ് പദ്ധതിയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം വരുന്നത്. ഈ 2.5 ലക്ഷം രൂപയുടെ കായിക ഉപകരണങ്ങൾ ഉടൻ തന്നെ വിദ്യാലയത്തിന് ലഭ്യമാകുന്നതാണ്. ഇനി നമുക്ക് നടത്താനുള്ള ഏറ്റവും പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ കരിയറും ജീവിതവും ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളുമായി ഈ PTA എന്നും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകും. താങ്ക് യു സാദിക, താങ്ക് യു. ജോസഫൈൻസിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ജൂൺ 1-ന് പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്തു. 200ഓളം കുട്ടികൾ പുതുതായി വന്നു ചേർന്നു. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ അനുസ്മരിച്ചു. വൃക്ഷത്തൈകൾ നട്ടു, തൈകൾ വിതരണം ചെയ്തു. ജൂൺ 19 വായനാ ദിനം അനുസ്മരിച്ചു. വിവിധ പരിപാടികളോടെ വായനാ വാരാചരണം നടത്തി. ആന്റി നർക്കോട്ടിക്സ് ഡേ എക്സൈസ് ഓഫീസർ സലാഹുദ്ദീൻ സാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗൈഡ്സ് റാലി സംഘടിപ്പിച്ചു. PTA ജനറൽ ബോഡി സമ്മേളനം നടന്നു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ശ്രീ മധു ഭാസ്കർ ക്ലാസ് നയിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ അനൂപ് PGയും MPTA പ്രസിഡന്റ് ശ്രീമതി പ്രിയ ജോബിയും ഇലക്ട് ചെയ്യപ്പെട്ടു. മ്യൂസിക് ആൻഡ് യോഗ ഡേ വർണ്ണാഭമായി ആഘോഷിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. ലീഡേഴ്സ് പ്രതിജ്ഞ ചൊല്ലി സ്ഥാനം ഏറ്റെടുത്തു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ഹെഡ് ഗേൾ കുമാരി ഹന്ന മിസ്റ്റിയും ഹെഡ് ബോയ് മാസ്റ്റർ ജോസഫ് KGയും തെരഞ്ഞെടുക്കപ്പെട്ടു. 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലേഖ ആശംസകൾ അറിയിച്ചു. പൂക്കളും കളികളും സദ്യയുമായി കേരളത്തിന്റെ ഉത്സവമായ ഓണം PTAയുടെ നേതൃത്വത്തിൽ ആഘോഷമാക്കി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. അവർ തങ്ങളുടെ ഗുരുഭൂതർക്ക് ആശംസകൾ നേർന്നു. കായിക രംഗത്ത് മികച്ച വിജയമാണ് വിദ്യാലയം നൽകിയത്. കായിക അധ്യാപിക സിജി ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എനിക്ക് ഏറെ അഭിമാനമുള്ള വർഷമാണ് 2025. 5 കുട്ടികളാണ് സ്റ്റേറ്റ് തലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. നേഹ KJ സൈക്കിൾ മത്സരത്തിന് 4ാം സ്ഥാനം ലഭിച്ചു. ടേബിൾ ടെന്നീസ് മത്സരത്തിൽ റബീസ്, മറിയം ഇവർക്ക് 4ാം സ്ഥാനം ലഭിച്ചു. ലോങ് ജമ്പ് മത്സരത്തിന് നഷ്യ ഫാത്തിമയും 80 മീറ്റർ ഹഡിൽസ് മത്സരത്തിന് അനഘ ജോൺസന് സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുത്തു. അത്ലറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ 40 കുട്ടികളാണ് വിദ്യാലയത്തിൽ നിന്ന് പങ്കെടുത്തത്. സബ് ജൂനിയർ തലത്തിൽ അനഘ ജോൺസന് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചു. ബോയ്സ് വന്നതോടുകൂടി ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഗ്രൗണ്ട് കൂടാതെ അടുത്തൊരു ഗ്രൗണ്ടും കൂടി നമുക്ക് റെഡി ആവുന്നുണ്ട്. അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ടീച്ചർ.
അടുത്തതായി വിദ്യാലയത്തിലെ നൃത്ത സംഗീത പഠന ക്ലാസുകളിലേക്ക് നമുക്കൊന്ന് പോകാം. തത്സമയം നമ്മോടൊപ്പം ചേരുന്നു സാദിക. വിദ്യാലയത്തിലെ നൃത്ത സംഗീത ക്ലാസുകളുടെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദർ തെരേസ ഭാരതരത്ന അവാർഡിനുടമയായ ഡോക്ടർ ലക്ഷ്മി എസ് മേനോനാണ് ഇവിടുത്തെ സംഗീത അധ്യാപിക. ഇരുള നൃത്തം, മദ്ദളം, ഭരതനാട്യം എന്നിവയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി റവന്യൂ തലത്തിൽ വിജയിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് വളരെ അഭിമാനകരമായ ഒന്നാണ്. കുട്ടികളുടെ സർഗ കഴിവുകളെ ഉയർത്താൻ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്? തീർച്ചയായും അതിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. കരകൗശല നിർമ്മാണങ്ങളിലൂടെയും മാത്സ്, സയൻസ് വിഷയാബന്ധിത പ്രവർത്തനങ്ങളിലൂടെയും നിരവധി നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പൻസ് ആണ് ദിയ മേരി ഡേവിസ് ആൻഡ് ശ്രീഭദ്ര TJ. സബ് ജില്ലാതലം വർക്ക് എക്സ്പീരിയൻസ് UP ഓവറോൾ നേടി ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ക്രിസ്ലിയ ചാൾസ് ബാംബു പ്രൊഡക്ട്സിന് സ്റ്റേറ്റ് ലെവൽ 4th പ്ലേസ് നേടിയെന്നത് വളരെ അഭിമാനകരമായ ഒന്നാണ്. താങ്ക് യു സാദിക. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടി കാഞ്ഞൂർ സെന്റ് ജോസഫ് വിദ്യാലയം. 144 കുട്ടികളിൽ 42 പേർ ഫുൾ A+ വാങ്ങി ആലുവ ഉപജില്ലയിലെ ടോപ്പ് സ്കൂളായി മാറിയിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിദ്യാലയത്തിൽ നിന്നും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലേഖ ഇപ്പോൾ ലൈനിലുണ്ട്. വിദ്യാലയത്തിന്റെ മികവുകളെ കുറിച്ച് സിസ്റ്റർ ഇപ്പോൾ നമ്മോട് പങ്കുവെക്കുന്നതാണ്. ഈ വിദ്യാലയത്തിലെ മികവിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് എന്നോടൊപ്പമുള്ള എൻ്റെ ഈ അധ്യാപകർ. ഇവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് ഇന്ന് ഈ വിദ്യാലയം അനുഭവിക്കുന്ന നേടിയെടുത്ത വിജയങ്ങൾ. 11 പേർ USS എക്സാം എഴുതിയതിൽ 10 പേരും അവാർഡായി. NMMSൽ സാദികയ്ക്ക് ലഭിച്ച അവാർഡും പ്രശംസനീയമാണ്. മോറൽ സയൻസ് പരീക്ഷയിൽ 12 പേർക്കാണ് A+ ലഭിച്ചത്. ഇവരുടെ അധ്വാനം എടുത്തു പറയത്തക്കതാണ്. ഇവരുടെ ആത്മാർത്ഥത പ്രശംസനീയമാണ്. താങ്ക് യു സിസ്റ്റർ. ഈ വർഷം അധ്യാപനത്തിൽ നിന്നും വിരമിക്കുന്ന 2 അധ്യാപകരുണ്ട്. ശ്രീമതി സുജ സെബാസ്റ്റ്യൻ, സിസ്റ്റർ ധന്യ ഗ്രേസ്. ഇവരുടെ വാർത്തകളുമായി നമ്മോടൊപ്പം ചേരുന്നു സാദിക. നീണ്ട വർഷങ്ങൾ ഗൈഡ് ക്യാപ്റ്റനായ സ്കൂളിന്റെ നിറസാന്നിധ്യമായിരുന്നു സുജ ടീച്ചർ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട അധ്യാപിക. തുടർച്ചയായി 10 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു. സിസ്റ്റർ ധന്യ കുട്ടികൾക്ക് സുഹൃത്തും അധ്യാപികയും അമ്മയും എല്ലാമാണ്. വീട് അകലെയുള്ള കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന ഹോസ്റ്റലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സിസ്റ്ററുടെ കരങ്ങളിൽ ഭദ്രമാണ്. താങ്ക് യു. അടുത്തതായി വിദ്യാലയത്തെക്കുറിച്ച് കുട്ടികളുടെ അഭിപ്രായം അതൊന്ന് ചോദിച്ചറിയൂ സാദിക. തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുട്ടികളുടെ തട്ടകത്തിലാണ്. ഹലോ മർവ, കേൾക്കാമോ? യെസ് സാദിക, കേൾക്കുന്നുണ്ട്, പറയൂ. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഈ വിദ്യാലയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കാമോ? ഈ വർഷം ഞങ്ങൾക്ക് നല്ല കിടു ഗ്രൗണ്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഈ വിദ്യാലയം പൊളിയാട്ടാ, എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങളുടെ സ്കൂള് ദൈവത്തിന്റെ ആലയാണ്. ഈ സ്കൂൾ കിട്ടിയാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത്. ഈ സ്കൂള് സ്പോർട്സിനും പഠനത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ സെറ്റപ്പ് സ്കൂളാണ്. എന്തിനും എന്നും തണലുമായി നിൽക്കുന്ന ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏറ്റവും മികവാർന്നാണ് ഇവിടെ നടക്കുന്നത്. ചില ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാം. തത്സമയ വാർത്തകൾ അവസാനിച്ചു. ലൈവിൽ നിന്നും ക്യാമറാമാൻ ഐവിനോടൊപ്പം സാദിക. താങ്ക് യു സാദിക. ഇന്ന് വിദ്യാലയം വാർഷികാഘോഷ നിറവിലാണ്. തലമുറകൾ താണ്ടി വിദ്യ പകർന്നു കൊടുത്ത അറിവിന്റെ ഈ അമ്മയ്ക്ക് ആശംസകളും മംഗളങ്ങളും നേരുന്നു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം. മർവ ഫ്രം ജോസഫൈൻ ന്യൂസ് സൈനിങ് ഔട്ട്. ശുഭരാത്രി.